ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു 25 രൂപയ്ക്ക് താഴെ ചെലവിൽ 1 മണിക്കൂർ വേമ്പനാട്ട് കായലിലൂടെ നടത്താൻ പറ്റുന്ന ഒരു ബോട്ട് യാത്രയെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതും വേമ്പനാട്ട് കായലിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക്. കൂടാതെ പുന്നമട കായലും കണ്ട് ആലപ്പുഴയുടെ പഴയ പ്രതാപം വിളിച്ചോടുന്ന ലൈറ്റ് ഹൗസും സന്ദർശിച്ച് ബീച്ചിലും കറങ്ങി അന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യാത്ര. അപ്പോൾ എല്ലാവരും വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ആലപ്പുഴയിലെത്തി ഞങ്ങൾ ആദ്യം പോയത് പുന്നമട കായലിലേക്കാണ്. നെഹ്റു ട്രോഫി മത്സരത്തിന് മുന്നോടിയായി ചമ്പക്കുളം ചുണ്ടലിൽ പുന്നമട ബോട്ട് ക്ലബ്ബ് ഇന്നിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രാക്ടീസ് സെഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ പുന്നമടയിലേക്ക് വന്നത്. പുന്നമട ഫിനിഷിംഗ് പോയിന്റിനടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവരുടെ ഇന്നത്തെ പ്രാക്ടീസ് സെഷൻ്റെ ഒരു ഇടവേള സമയമാണിത്. ഈ ഇടവേളയ്ക്ക് ശേഷം അവർ ഒരു തവണ കൂടി ഒരു ട്രയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രയൽ നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ബോട്ടിങ്ങിന് പോകാനായിട്ട് നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ബോട്ടിങ്ങിന് പോകാനായിട്ട് നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡ് ബോട്ട് ജെട്ടിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നിരവധി സർവീസുകൾ ഇവിടെ നിന്ന് നടത്തുന്നുണ്ട്. കോട്ടയം, കൊല്ലം, അതുപോലെ തന്നെ കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിരവധി സർവീസുകൾ ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. മംഗലശ്ശേരി എന്ന് പറയുന്ന ഒരു ബോട്ട് ജെട്ടിയിലേക്കാണ് നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം 1/2 മണിക്കൂർ യാത്രയാണ് അവിടേക്കുള്ളത്. അരമണിക്കൂറുള്ള ഈ യാത്രയിൽ കുട്ടനാടൻ ഭംഗിയും പാടങ്ങളും എല്ലാം കണ്ട് നമുക്ക് നല്ല രീതിയിൽ വളരെ രീതിയിൽ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ്. ആലപ്പുഴ നിന്നും മംഗലശ്ശേരിയിലേക്ക് വെറും 9 രൂപ മാത്രമാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത്. നമ്മളങ്ങനെ മംഗലശ്ശേരിയിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വന്ന ബോട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് പുളുങ്കുന്നിലേക്കാണ് പോകുന്നത്. ഒരു സൈഡിൽ പാടവും മറു സൈഡിൽ കായലും വരുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ഈ മംഗലശ്ശേരി നമ്മൾ തിരഞ്ഞെടുത്തത് വേമ്പനാട് കായലിന്റെ ഭംഗി വളരെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളൊരു കാരണം കൊണ്ടുകൂടിയാണ്. ഞങ്ങൾ ഏകദേശം ഉച്ച സമയത്താണ് ഇവിടെ എത്തിയെങ്കിലും പുറമെ നിന്ന് വരുന്നവർക്ക് ഉച്ചഭക്ഷണത്തിനുള്ള സംവിധാനം ഇവിടെ ഇല്ല. പക്ഷേ സ്നാക്സ് ബാറും ബേക്കറി, ടീ ഷോപ്പ് അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മൾ കോട്ടയത്ത് നിന്ന് വരുന്നൊരു ബോട്ട് ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ബോട്ട് ജെട്ടിയിൽ അടുത്ത് നമുക്ക് അതിൽ കയറിയിലാണ് പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ബോട്ട് എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ബോട്ടാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു സൂപ്പർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ആ ഒരു ബോട്ടിൻ്റെയും കൂടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് നിരക്ക് 9 രൂപയായിരുന്നു. പക്ഷേ ഈ ബോട്ടിൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിന് 14 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. നമ്മൾ ഏകദേശം ആലപ്പുഴയിലേക്ക് അടുക്കാറായി. നെഹ്റു ട്രോഫിയുടെ VIP പവലിയൻ അടുത്തുകൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മളങ്ങനെ ആലപ്പുഴ വന്നിറങ്ങി നമ്മൾ പുന്നമട ഫിനിഷിംഗ് പോയിന്റിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറച്ച് ബോട്ട് ക്ലബ്ബുകൾ പരിശീലനത്തിനായിട്ട് എത്തുന്നുണ്ട്. അപ്പം നമ്മൾ ആ പരിശീലനം കൂടി കണ്ടതിന് ശേഷം ലൈറ്റ് ഹൗസും ബീച്ചും ഒക്കെ കാണാനായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു മഴക്കോളുള്ള ഒരു അന്തരീക്ഷമാണ്. നല്ലൊരു മഴവില്ലൊക്കെ ഇവിടെ ദൃശ്യമാണ്. അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കരുവാറ്റ ചുണ്ടനിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കരുവാറ്റ ചുണ്ടനിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഇവർ മത്സരിക്കുന്നത് കാരിച്ചാൽ ചുണ്ടനിലാണ്. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് നിലവിലെ ഹാട്രിക് ചാമ്പ്യന്മാരാണ്. അതുമാത്രമല്ല അവർ മത്സരിക്കാൻ എത്തുന്നത് നെഹ്റു ട്രോഫി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള, അതായത് 15ഓളം നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള കാരിച്ചാൽ ചുണ്ടനിലാണ്. TBC കൂടാതെ UBC കൈനഗിരി തലവടിയിൽ, KTBC നടുഭാഗം ചുണ്ടനിൽ, പുന്നമട ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം ചുണ്ടനിൽ, ഇതുപോലെ പല പ്രഗത്ഭ ക്ലബ്ബുകളും പേരുകെട്ട വള്ളങ്ങളിലൂടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ആര് വെള്ളിക്കപ്പ് സ്വന്തമാക്കും എന്നുള്ളത് നെഹ്റു ട്രോഫിയുടെ ഫൈനൽ വരെ നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ പുന്നമടയിൽ നിന്ന് നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തി. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കിന് കൂടുതൽ ആൾക്കാരൊന്നും ഇവിടെ വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. അവരവരുടെ ജോലികളിലൊക്കെ വ്യാപൃതരായിട്ടിരിക്കുന്നു. ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്ത ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് T-81 എന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ ബീച്ചിൽ വരുന്നവർക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ബീച്ചിൽ സ്ഥാപിച്ചിട്ട് കുറച്ച് നാളായി. അപ്പം ബീച്ച് കാണാൻ വരുന്നവർക്ക് ഈ യുദ്ധക്കപ്പലും ഒരു ആകർഷണീയത തന്നെയാണ്. ബീച്ചിൽ ഈ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് ആയുഷോമയൊന്നും മണ്ണിൽ കളിക്കാനോ അങ്ങനെയൊന്നും ഇറങ്ങിയില്ല. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് തിരിച്ച് വീണ്ടും തീരത്തേക്ക് കയറി. ആലപ്പുഴ ബീച്ചിൽ വരുന്നവർ തീർച്ചയായിട്ടും മിസ്സാകാതെ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന സംഭവമാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ആലപ്പുഴ ലൈറ്റ് ഹൗസിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ്. തിങ്കളാഴ്ച അവധി ദിവസമാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച വരുന്നവർക്ക് ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റില്ല. ഇവിടുത്തെ പ്രവേശന ഫീസ് എന്ന് പറയുന്ന ഒരാൾക്ക് 10 രൂപയാണ്. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ഒരു 10 രൂപയുടെ പാസ് കൂടി എടുക്കേണ്ടി വരും. അങ്ങനെ ലൈറ്റ് ഹൗസ് കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും കടപ്പുറത്തേക്ക് ഇറങ്ങി. ഇത്തവണ ആയുഷോമയും കടപ്പുറത്ത് മണ്ണിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നേരം സന്ധ്യയോടടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. നല്ല മഴക്കാറുള്ളതിനാൽ നമുക്ക് സൂര്യാസ്തമയം കാണാൻ നിർവാഹമില്ല. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ആലപ്പുഴയോട് വിട പറയുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.